ഇങ്ങനൊരു വ്ളോഗ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് മാരിയറ്റിലാണ്. ഞങ്ങൾ ടീം ലഞ്ചിൻ്റെ ഭാഗമായിട്ട് കണ്ണ് തള്ളിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 1500 രൂപ പെർ പ്ലേറ്റ് വരുന്ന ഒരു ബൊഫേ ലഞ്ചായിരുന്നു അത്. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ആകെ കൺഫ്യൂഷനായി പോയി, എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ. സി.ഐ.ഡി. മൂസ സിനിമയിലെ ബിന്ദു പണിക്കർ പറയുന്നൊരു ഡയലോഗ് ഇല്ലേ, ദൈവമേ ഞാൻ എന്തായി കാണുന്നത്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ല ചേട്ടാ. ഈശ്വര ഞാൻ എന്തൊക്കെ എടുക്കുക ദൈവമേ. ഏതാണ്ട് ഇതായിരുന്നു ഞങ്ങളുടെയും അവസ്ഥ. സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത് കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞു പോകും. 10-20 കൂട്ടം കറികൾ സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെയും പല ഡിഫറെൻറ്റ് ഫ്ലേവറിൽ വരുന്ന കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ലൈവായിട്ട് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവരവിടെ കൊണ്ടുവന്നിട്ട് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. നല്ല ചൂടോടെ നമുക്കത് സെർവ് ചെയ്ത് കിട്ടും കേട്ടോ. ഒരു 1500 രൂപയ്ക്ക് എനിക്ക് അറിയില്ല അത് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ റൈസ് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസും നൂഡിൽസും പിന്നെ ബിരിയാണി പല ടൈപ്പും. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് കഴിക്കാൻ നമ്മൾ പാവങ്ങൾക്ക് അറിയില്ലല്ലോ. ചിക്കൻ ഇപ്പോൾ തെറിച്ച് അടുത്ത ആളുടെ പ്ലേറ്റിൽ പോയിരുന്നേനെ. എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സ്റ്റാർട്ടേഴ്സിന് ശേഷം മെയിൻ കോഴ്സിലേക്ക് കടന്നു. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 50 കൂട്ടം വെറൈറ്റി ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 10 ഐറ്റം അല്ലേ പ്ലേറ്റ് തേക്കാനും വയറ്റ് തേക്കാനും പറ്റും. അങ്ങനെ ആ പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ ഫൈനലി ഡെസേർട്ട് സെക്ഷനിലേക്ക് എത്തി. ഒരു സൈഡിൽ നിന്ന് എടുത്തു തുടങ്ങിയിട്ട് വീഡിയോ തീരാത്ത അവസ്ഥയായിരുന്നു. അത്രയധികം ഡെസേർട്ട്. ഒരു സൈഡിൽ ഇന്ത്യൻ സ്വീറ്റ്സും റബ്ദിയും അങ്ങനത്തെയൊക്കെ ആയിരുന്നെങ്കിൽ മറുവശത്ത് കോണ്ടിനെന്റൽ സ്വീറ്റ്സ്, കേക്ക്സും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കേരള സ്പെഷ്യൽ പായസം ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ അപ്പുറമാണെങ്കിലോ വെറൈറ്റി ആയിട്ട് പലതരം കേക്കുകൾ. കോക്കനട്ട് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലൂബെറിയുടെ കേക്ക് ഉണ്ടായിരുന്നു, ചോക്ലേറ്റും ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരുന്ന കേക്ക് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഐസ്ക്രീമിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിംഗ്സ് ചോക്ലേറ്റ് ചിപ്സ് ആയിക്കോട്ടെ, മേപ്പിൾ സിറപ്പ്, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ്, കാരമൽ സിറപ്പ്, അങ്ങനെ ഒരുപാട് സിറപ്പും ടോപ്പിംഗ്സ് വരുന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരാൾക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി സ്പ്ലിറ്റ് ചെയ്ത് പലതായിട്ടാണ് എടുത്തത്. എന്നിട്ട് എല്ലാത്തിനെയും ടേസ്റ്റ് നോക്കി എന്നേ ഉള്ളൂ. എന്തിൻ്റെ രുചി ഒന്നും തലയിൽ പിടിച്ചിട്ടില്ല. എല്ലാം കൂടി മത്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ കൊണ്ട് കൂടിയാൽ കൂട്ടൂലപ്പ. പിന്നെ ഇതൊക്കെ ഒരു ലക്ഷറി പോലെ ആണല്ലോ. ചിലർക്ക് അതൊരു ലൈഫ് സ്റ്റൈലാണ്, നമുക്ക് അതൊരു ലക്ഷറിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും പറ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബൊഫേ ലഞ്ച് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടോ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ശരി, വീണ്ടും കാണാം.